ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ലേൺ ടു ട്രേഡ് എന്ന സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു വെർട്ടിക്കൽ വീഡിയോ ആണ്. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് MetaTrader 5 എന്ന് പറയുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെമോ അക്കൗണ്ട് നമ്മളിന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇത് വാച്ച് ചെയ്യുക. അതിനുശേഷം കൃത്യമായിട്ട് MetaTrader 5 എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഡെമോ അക്കൗണ്ട് ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ പഠിക്കും എങ്ങനെയാണ് ഒരു കറൻസി പെയർ മേടിക്കേണ്ടത്, വിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഒരു സെഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ MetaTrader 5 നിങ്ങൾ ഐഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആൻഡ്രോയിഡ് യൂസർ ആണ് എന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ ക്രോമിലേക്ക് പോവുക. അവിടെ MetaTrader 5 എന്നൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ MetaTrader 5ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാനായിട്ട് കഴിയും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ തന്നെ MetaTrader 5 APK എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാനായിട്ട് കഴിയും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്തെടുത്ത ആ ഒരു APK ഫയൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിപ്പോൾ കറൻ്റ്ലി എൻ്റെ കയ്യിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ MetaTrader 5 ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും ഓപ്പണായി വരുന്നത്. ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു ഡെമോ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അറിയാണ്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓപ്പൺ അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡെമോ അക്കൗണ്ട് മൊത്തത്തിൽ സെറ്റപ്പ് ചെയ്യാൻ കഴിയും. ഇനി അറിയാണ്ട് ഇനി ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മേളിൽ 3 ബാർസ് കാണാനായിട്ട് കഴിയും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. ഇവിടെ തന്നെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ഈ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ മെറ്റാ കോഡ്സ് എന്ന് സെർച്ച് ചെയ്യുക. മെറ്റാ കോഡ്സ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. മെറ്റാ കോഡ്സ് എന്ന ഓപ്ഷൻ, മെറ്റാ കോഡ്സ് LTD എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷനിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ ഓപ്പൺ ആയി ഡെമോ കൊണ്ട് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേരും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ പേരും ബാക്കി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ +91 നമ്മുടെ കോഡും കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ ആ ഒരു ഫോൺ നമ്പറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. +91. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി തൊട്ട് താഴെ നമ്മുടെ മെയിൽ ID ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മെയിൽ ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ സെർവർ മെറ്റാകോഡ്സ് ഡെമോ അത് തന്നെ കിടന്നോട്ടെ, ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ പിന്നെ അക്കൗണ്ട് ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഫോറക്സ് ഹെഡ്ജഡ് USD എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു കറൻസി പെയറും അല്ലെങ്കിൽ കറൻസി മാറിപ്പോകരുത്. ഫോറക്സ് ഹെഡ്ജഡ് USD തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ലിവറേജ് 1:100 നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ് ഈ ഒരു ലിവറേജ് എന്ന് ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് എൻ്റെ കയ്യിൽ 1000 രൂപയാണ് ഉള്ളതെന്ന് കരുതുക. 1:1 ആണ് ലിവറേജ് എങ്കിൽ എൻ്റെ കയ്യിൽ 1000 രൂപയുള്ളൂ എങ്കിൽ ആ 1000 രൂപയ്ക്ക് മാത്രമേ എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ 1:100 ആണ് കാണുന്നത്. അതായത് എൻ്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് 1,00,000 രൂപയ്ക്ക് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. പക്ഷേ 1,00,000 രൂപയുടെ ട്രേഡ് എടുക്കാൻ സഹായിക്കുന്ന ടൂളാണ് ഈ പറയുന്ന ലിവറേജ്. നമ്മുടെ കയ്യിൽ ചെറിയൊരു ക്യാപിറ്റലേ ഉള്ളൂ, പക്ഷേ വലിയ എമൗണ്ടിൻ്റെ ട്രേഡ് എടുക്കാൻ സഹായിക്കുന്ന ടൂളിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നോക്കുവാണെങ്കിൽ ഇവിടെ 1:500 വരെ നമുക്ക് ലിവറേജ് കിട്ടുന്നുണ്ട്. തൽക്കാലം ഞാനിവിടെ 1:100 ലിവറേജ് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഡെപ്പോസിറ്റ് എമൗണ്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു $1,00,000 തന്നെ കിടന്നോട്ടെ, പ്രശ്നമില്ല. ഞാൻ അത് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം അക്സെപ്റ്റ് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, രജിസ്റ്റർ കൊടുക്കുക. അതിനുശേഷം ഡൺ. ഇങ്ങനെ ഡൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് $1,00,000 ഡെമോ അക്കൗണ്ട് ഇവിടെ ഓപ്പണായി കിട്ടുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇനി എങ്ങനെയാണ് ഈ ഒരു MetaTrader 5 പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്കൊരു കറൻസി പെയർ മേടിക്കാം, വിൽക്കാം, വരുന്ന ക്ലാസ്സസിലായിരിക്കും അത് കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇതേ ആ ഒരു ഡെമോ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ട്രേഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. $1,00,000 ഡെമോ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡിൽ വന്ന് നോക്കുക. നിങ്ങൾ ഡെമോ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തതിന് ശേഷം ട്രേഡിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ $1,00,000 ഇവിടെ കാണിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മുഴുവനായിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത് ആ ഒരു
MetaTrader 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും, അതിനുശേഷം എങ്ങനെയാണ് ഒരു ഡെമോ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു MetaTrader 5 പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെ കറൻസി പെയർ മേടിക്കാം, വിൽക്കാം, നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന പല രീതിയിലുള്ള ഓർഡർ ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വരുന്ന ക്ലാസ്സസിലായിരിക്കും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഐഫോൺ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആപ്പ് സ്റ്റോറിൽ കയറി തന്നെ MetaTrader 5 ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്ത് വയ്ക്കുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസിലേക്കാണ് നമ്മളിനി കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ആ ഒരു ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്, നിങ്ങളുടെ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന സെഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കവർ ചെയ്യാൻ പോകുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് തന്നെ വയ്ക്കുക, നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. കൃത്യമായിട്ട് റിയൽ ടൈമിൽ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.